ഹലോ, വെൽക്കം ബാക്ക്. ഒരു സന്തോഷ വാർത്ത പറയട്ടെ. നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു മാക്രോണിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ചധികം വെള്ളത്തിലേക്ക് 2 കപ്പ് മാക്രോണി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്ത് അതൊന്ന് കുക്കായി വരുമ്പോൾ ഊറ്റി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു കഷ്ണം പട്ട 2-3 ആക്കി ഞാനിപ്പം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം നല്ല വലിയ 2 അല്ലി വെളുത്തുള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സവാള തീരെ പൊടിയായിട്ട് അരിയുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ്. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എത്ര സവാള എടുക്കുന്നോ അതിൻ്റെ പകുതി ആയിരിക്കണം തക്കാളി എടുക്കേണ്ടത്. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 4-5 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി നന്നായിട്ട് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അരഞ്ഞ് കിട്ടാൻ പാടുണ്ടെങ്കിൽ കുറച്ച് പാലൊന്ന് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി 1/4 കപ്പ് പാല് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുക. പാലും ഈ ഗ്രേവി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കൂടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്രീമി ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. ചീസും കൂടി ചേർത്ത് നന്നായിട്ട് ഗ്രേവി തിക്കായി വരുമ്പോൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. മാക്രോണി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മാക്രോണി കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഉപ്പ് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മല്ലിയില കയ്യിലുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ പാസ്ത ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.